എന്താ കഴിഞ്ഞ ആഴ്ച വരെ എന്താ വെയില്, ഇപ്പോഴാണ് ഒരാഴ്ചയായിട്ട് മഴയോട് മഴ. ഇന്ന് അവിടെ ഇപ്പൊ ഒരു കുറവുള്ളൂ അല്ലേ? കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ഇവരൊക്കെ പോകുക? പാവം. കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല വെയിലായിരുന്നു, ഈ ആഴ്ച നല്ല മഴ. ഇന്നാണ് ചെറിയൊരു വെളിച്ചം കാണണേ. നാളെ സ്കൂളും തുറക്കും, അവർക്ക് നല്ല മഴ. കുട്ടികളൊക്കെ എങ്ങനെ പോകും സ്കൂളിൽ? മിലിറ്ററിക്കാരനല്ലേ മിലിറ്ററി. അയാളുടെ അടുത്തിരിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കണ്ടായിരുന്നു. ഉള്ള ബൊടായും പൊങ്ങച്ചും. എനിക്ക് 2-3 മിലിറ്ററിക്കാരെ അറിയാം. ഇവരുള്ള ബൊടായും പൊങ്ങച്ചൊക്കെ പറയും. ഇപ്പൊ അതെ, നമ്മൾ വലിയ മെയിൻ്റെ ഒന്നും ചെയ്യട്ടോ. കേട്ട് താഴ്പിച്ചിരിക്കുന്നു ഇയാളുടെ ഓരോ കഥയും. അയാള് പറയാള് പറഞ്ഞു പൊക്കോട്ടെ. നമ്മള് മെയിൻ്റെയൊന്നും വേണ്ട. മെയിൻ ചെയ്യണ്ടാട്ടോ. മെയിൻ ചെയ്യണ്ട. ഒന്നുമില്ല, ഞങ്ങള് വെറുതെ ഇരിക്കേ. ഞാനേ രാവിലെ നടക്കാൻ പോകാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. പിന്നെ ബോഡിയൊക്കെ നടക്കണ്ടേ, മസിലൊക്കെ ഒന്ന് ആവണ്ടേ. ഇപ്പൊ ഞാൻ അപ്പാട് നടക്കാതെ വിചാരിച്ചു. എന്തപ്പോ നിങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കേണ്ട കാര്യം എന്താ? ഞങ്ങൾ വെറുതെ ഇരിക്കും. അതൊക്കെ ഞങ്ങളെ കാര്യം. ഞാനെന്ന് പറഞ്ഞാൽ രാവിലെ നടന്ന വലിയ പല കാര്യങ്ങളാണ് ചിന്ത. പക്ഷെ ഇപ്പൊ നടന്നപ്പോ എനിക്ക് കിട്ടിയ എന്തായാലും നമ്മൾ ആ കാർഗില്ല യുദ്ധം ഉണ്ടായില്ലേ, യുദ്ധം ഉണ്ടായ സമയത്ത് കുറെ കാര്യങ്ങൾ ഞാൻ ആ കാര്യങ്ങളോട് പറഞ്ഞോ? ഇല്ലല്ലോ. ഞാനവിടെ നോക്കിയപ്പോഴേ 3 തീവ്രവാദികൾ ഇങ്ങനെ നിരന്ന് നിൽക്കാം. എന്താ ചെയ്യുന്ന എനിക്കൊരു ഐഡിയ. ഞങ്ങൾക്ക് അങ്ങോട്ട് പേടിക്കണോ, അവിടെ എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന സമയം ഞാൻ എന്താക്കി മെല്ലെ വിഷയങ്ങളെ എടുത്തിട്ട് 3 വെടിവെച്ചിട്ട് ഞാൻ അങ്ങനെ കിടക്കണങ്ങനെ ഇതിന് വിറയ്ക്കുക. എന്താ എമ്മാര് വെയിറ്റ് ചെയ്യാന്നറിയാം മിഷങ്കണ്ണന്. എന്നിട്ട് സുഖസുന്ദരമായിട്ട് ഇങ്ങനെ എടുത്ത് നമ്മളെ സിനിമയിലൊക്കെ കാണില്ലേ, അതേപോലെ കിടക്കട്ടെ വെട്ടിയിട്ട് ഞാൻ കൂളായി മെലിഞ്ഞാൻ കിടന്നു. ഓ, അത് എൻ്റെ ഒരു മറക്കാനാവാത്തൊരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് മേജർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആരാ നിനക്കിത് തന്ന്? ഞാൻ പറഞ്ഞു, സാർ എനിക്ക് തോന്നി, അല്ലെങ്കിൽ നമ്മളെല്ലാവരും അവരെ വെടിവെച്ച് കൊല്ലും. ഞാൻ അപ്പം എടുത്ത ആക്ഷനിൽ അതുകൊണ്ട് എനിക്ക് മെഡൽ വരെ തന്നവരെ. പിന്നെ ഇനി വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. തീർച്ചയായിട്ടും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നാളെ പറയാം. കല്യാണ്ട്. അതെ ദാസേട്ടാ, നാളെ മരിക്കയച്ച വൈക്ക് വരത്തിട്ടോ. ആൾക്ക് ജീവൻ പോണം. പിന്നെ ആൾക്കിനൊരു കാര്യം കേൾക്കണം. ഇയാളിപ്പോ ഇത്ര വലിയ വീടല്ലേ കൂട്ടിലെ 3 ഭീകരന്മാരെ എന്നൊക്കെ പറഞ്ഞില്ലേ ഇയാളെ നമുക്കറിയില്ലോ. ചിലപ്പോ 3 ഭീകരന്മാരില്ലേ, അയാളെ ആ 3 ആൾ കൂടിയിട്ടേ ഇയാളെന്നെ ഒന്ന് പൂശി കൊന്നത്. നമുക്കറിയാം, ഇയാളെന്നെ കൊന്നത് നമുക്കറിയില്ല സത്യാവസ്ഥ. അതാവും ശരി.